ആനയൊന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ലേ, നീയൊക്കെ ആന ഇട്ടിട്ട് ഒരു കാര്യമില്ല. പോത്ത് മനസ്സിലായ? പോത്ത്. PSG ഗ്യാങ് ഫാൻസ് ആണ് ഇവിടെ ഉള്ളത്, മനസ്സിലായ? PSG ഗ്യാങ്, നമ്മള് PSG ഗ്യാങ്ങിലോട്ട് മാറിയാലെന്ന് ആലോചിക്കണം. എന്തായാലും MRC വിട്ട് ഇനി കുറച്ചാൾ പോത്ത് കച്ചവടമൊക്കെ ചെയ്ത് PSG കയറി എന്തെന്നാണ് ആലോചിക്കണത്. കാരണം അവിടെയാണല്ലോ കുറെ പുണ്ടച്ചി മക്കളൊന്ന് ഊമ്പായിരിക്കണത്. അപ്പൊ കുറച്ചു നാൾ ഇനി പോത്ത് കച്ചവടത്തിലോട്ട് ഇറങ്ങി എന്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് നീ ഒന്ന് ഇവിടെ ഒന്ന് ആനയിടല്ലേ, ആനയിടാൻ വേണ്ടി നിൽക്കല്ലേടാ കേട്ടാ. ഇനി പോത്ത് ഇടണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിന്റെയൊക്കെ കൂടെ ഉള്ളൂ. ആന ഇട്ട് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല, മനസ്സിലായില്ല? എനിക്ക് മലപ്പുറത്തെ പോത്തിന്റെ കച്ചവടം ഉണ്ട്, പോത്തിന്റെ കച്ചവടം. അതുമല്ല ജിമ്മിലൊക്കെ എന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ജിമ്മൊക്കെ എനിക്ക് അവിടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് മലപ്പുറത്ത്. ഞാൻ മിക്കവാറും മലപ്പുറത്തോട്ട് പോകും മുത്തേ. ഞാൻ മലപ്പുറത്ത് പോയിട്ട് പിന്നെ നിങ്ങൾ വന്നിട്ട് എടാ മന്ദിര മലപ്പുറത്ത് പോയ ഓൾഡ് ലൈവ് മിസ്സിംഗ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ പോത്ത് ഒറ്റ പേര് പോത്ത്, കേട്ടല്ല? പോത്തിന്റെ അണ്ടി പിടിച്ച് അടക്കാൻ പോയാണ് ഞാൻ ഇനി, മനസ്സിലായ? എന്ത് താറ് എവിടെയെന്നാ? താറ് കൊണ്ടുപോയി. താറ് ഷാജഹാണ്ണൻ കൊണ്ടുപോയി. ഷാജഹാണ്ണൻ ഏതോ ഒരിടത്ത് ചില്ലടിച്ച് പൊട്ടിക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. വരും, വർഗീയത ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഷാജഹാണ്ണൻ വരും. അപ്പൊ താറ് ഇവിടെ കാണും. താറ് വെറും താറല്ല, താർ റോക്സ്. നമ്മൾ കുറച്ച് ചെറുതായിട്ട്, വലിയ രീതിയിലൊന്നുമില്ല മുത്തേ, ചെറുതായിട്ട് കുറച്ച് വർഗീയത ഉണ്ടാക്കും. ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ഒരു വർഗീയത ഉണ്ടാക്കും, മനസ്സിലായ? അതിന്റെ അപ്പുറത്തോട്ട് വലിയ ഇതൊന്നും നമുക്കില്ല. നമ്മളൊരു ഗ്യാങ് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് എന്റെ PSG ഗ്യാങ്. ഇതാണ് എന്റെ PSG ഗ്യാങ്, കേട്ടല്ല? ഇതാരെന്ന് കണ്ടല്ല, ഇതാണ് PSG ഗ്യാങ്ങിലെ പ്രധാന പുള്ളി. എന്റെ പോപ്പിനെ ആദ്യം നോക്കണ ഇവനായിരിക്കും, മനസ്സിലായ? ഉറിയണ്ണ. ഇതാണ് ഉറിയണ്ണ. അമ്മാരെ ഡയലോഗ് പറയടാ. ആദ്യമായി പോത്തിന്റെ അകിടി പിടിക്കാൻ പോകുന്ന ഞാനായിരിക്കും. പോത്തിന്റെ അകിടി പിടിച്ചിട്ട് എന്തിന് പാലോലും കിട്ടൂല? ഈ പോത്തിന് പാലും ഇല്ല, അവനെ പാലില്ലാതെ ഉണ്ടായ ഒരുത്തനാണ് അവൻ. അപ്പൊ മനസ്സിലായ? എന്തിന് എടാ നിക്കട ഒരു പെയ്ഡ് പ്രൊമോഷൻ വന്നിട്ടുണ്ട്. ഒരു ഷാജഹാൻ ഉയർ നീ വെറും മൈരെന്നാണ് പറഞ്ഞേക്കണ. അവന്റെ പേരെന്താ? പോയടാ. ഷൊണ്ണനെന്നും വായിക്കാം, സെണോണെന്നും വായിക്കാം. ഷാജഹാൻ ഉയരാണെന്നുണ്ടെങ്കിൽ ഷാജഹാന്റെ അണ്ടി പിടിച്ച് 2 കുലുക്ക്. എന്നിട്ട് സോറി അമ്പാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അണ്ടി ഇല്ലെന്നാണ് അമ്പാൻ പറയണത്. അപ്പൊ അണ്ടി ഇല്ലാത്ത അവന്റെ എവിടെ പിടിച്ച് കുലുക്കിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? അമ്മണി പിടിച്ച് തൂങ്ങുന്ന ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാല മുത്തേ. ഞാൻ ഇത് ഇന്നലത്തോടു കൂടി ഇത് നിർത്താന്നും പറഞ്ഞ് വിട്ടതാ. പിന്നെ അവന് തന്തയെ ഉണ്ടാക്കണം, മനസ്സിലായ? അവന് ഫസ്റ്റ് തന്തയെ ഉണ്ടാക്കണം, പിന്നെ അവനെ എന്നെ ജിമ്മി കയറ്റണം, എന്നിട്ട് എല്ലായിടത്തും പോയിട്ട് സ്നേഹം പരക്കട്ടെ, റാംബോ ലവ് യു. ഞാൻ അറത്താളി. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ ഷാജഹാനെ, നീ കണ്ടോണ്ടിരിക്കണെങ്കിൽ നീ ഒരു ഉത്തരം പറ. ഞാൻ നിന്റെ തന്തേ? ഞാൻ നിന്റെ തന്തേ? എന്നെയും കാട്ടി ഇരട്ടി പ്രായം ഉണ്ടല്ലോ അവിടെ പുണ്ടച്ചി പോലെ നിനക്ക്. ഞാൻ നിന്റെ തന്തേ? അല്ല, നിനക്ക് വീട്ടിൽ കുടുംബവും മക്കളൊന്നും ഇല്ലടാ. നിന്റെ മക്കളൊക്കെ നാളെ വെളിയിറങ്ങി പോകുമ്പോഴത്തേക്ക് നിനക്ക് എത്രയെന്ന് പറയണത് ഈ തള്ളക്കുളിയും പിള്ളക്കുളിയൊക്കെ കേൾക്കണത്? ഒരു മിനിറ്റ്. ലൂഫി ഏതാ മുത്തേ? ലൂഫി, നീ ഒരു കാര്യം ആലോചിക്കണം. നീ ആദ്യം ഇത് കേൾക്കണം, എന്നിട്ട് മാത്രമേ ഇതിന് മറുപടി ഇടാവൂ, മനസ്സിലായി? ഞാൻ ഷാജഹാനെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ നിന്റെ അടുത്ത് സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഞാൻ നിന്റെ അച്ഛനാടാ. നീ നാളെ വീട്ടിലൊക്കെ ഇറങ്ങി നിന്റെ മക്കളും നിന്റെ കുടുംബക്കാരൊക്കെ ഇറങ്ങി വെളിയിൽ നടക്കുമ്പോഴത്തേക്ക് നീ ഒരുത്തന്റെ വായി ഇങ്ങനെ ഇരിക്കുന്ന തള്ളക്കും പിള്ളക്കൊക്കെ വിളി കേട്ടിട്ട് നീ എന്തിനാണ് ഉണ്ടാക്കാൻ പോണ? എടാ മൈര, ഞാൻ ഒരു തിരുവനന്തപുരംകാരനാണ്, മനസ്സിലായ? നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒരു പക്ക തിരുവനന്തപുരംകാരനാണ്. അപ്പൊ നിന്നെയും കാട്ടി 10 ഇരട്ടിക്ക് തള്ളക്കും പിള്ളക്കും വിളിക്കാൻ എനിക്കറിയാം, മനസ്സിലായ? ഇത്രയും നാൾ ഞാൻ കുറച്ച് മാന്യതയൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് നീ എന്തിനു വിചാരിച്ചു? ഞാൻ പേടിച്ച് കയറി അങ്ങനെ മറ്റേ പൂച്ചിന്റെ അടി ഒളിച്ചെന്നാണ് പൂറി മോനെ. അല്ല, ബാനു വല്ലതും കിട്ടോ രാജുഭായ്? പൂറി മോനെ എന്ന് വിളിച്ചു ബാനു വല്ലതും കിട്ടോ? ഇല്ല. അല്ല, അത് സിറ്റിക്കകത്ത്. ഇത് പുറത്ത്, മനസ്സിലായ? ഇതെന്താ കോള് വിളിക്കണോ? അല്ല, വിളിക്കണോന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. വിളിക്കണോ? തീട്ട കണ്ടി കേസടാ. വേണോന്നുണ്ടെങ്കിൽ മായിര് പുണ്ടച്ചി മോയ് ഇവനെ വിളിച്ചിട്ട് കോൾ എന്നെയും കൂടി ഗ്യാങ്ങിൽ ഉൾപ്പെടുത്തോ? രാജുഭായി, ഒരാളെയും കൂടെ ഗ്യാങ്ങിൽ എടുക്കാൻ പറ്റുമോ? കറക്കറിയോ? പാലകർക്ക് അറിയാമോ?
പാല് ഇറക്കാൻ അറിയാമോ, ചാണകം കോരാൻ അറിയാമോ? നീ നിന്റെ കഴിവ് തെളിയിടാ. ആ ഷാജഹാൻ വെറുതെ പിടിക്കുള്ളൂ. വെണ്ണയിട്ട് പിടിക്കാൻ അറിയാമോ? വെണ്ണയിട്ട് പിടിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിന്നെ ഇപ്പൊ ഞാൻ TV എടുക്കാം, മനസ്സിലായ? നീ വെണ്ണയിട്ട് പിടിക്കണം. പക്ഷെ വെറുതെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ചാണകം കോരാനെങ്കിലും നിനക്ക് അറിയാമോ? അറ്റ്ലീസ്റ്റ് നിനക്ക് ചാണകം കോരാനെങ്കിലും അറിയാമോ? എങ്കിൽ എന്നെ നമ്മളെ ടീമിലെടുക്കും. കാരണം നമ്മളാണ് പോത്ത് ഷാജഹാൻ ഗ്യാങ്, മനസ്സിലായ? ആദ്യത്തെ ഗ്യാങ് പിരിച്ചുവിട്ട് നോ കോൾ നോ കോൾ നോ കോൾ 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 വിളിക്കേണ്ട ആവശ്യം മോനെ. ഞാൻ ഒരു കാര്യം പറയട്ടല്ലേ, നമ്മൾ ഓൾറെഡി ഒരു യാത്രയിലായിരുന്നു. ആ യാത്രയിൽ നിന്നും ഇവിടെ വന്ന് ഇതിപ്പം നിങ്ങളടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാ തള്ളയോളിക്ക് പേ, മനസ്സിലായ? മനസ്സിലായ? തള്ളയോളിക്ക് പേ. എന്നെ കൊണ്ട് അവൻ വെറുതെ എടാ നിനക്ക് റീച്ച് കുറവാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ അക്കൗണ്ട് ഞാൻ ഇന്ന് എടുത്ത് നോക്കി. നീ അവസാനമായിട്ട് എത്ര വീഡിയോ ഇടാ നിനക്ക് 1 മില്യൺ? ഞാൻ എന്റെ വീഡിയോ ഇട്ടോ നിനക്ക് 1 മില്യൺ അടിച്ചാ? നീ ഇന്ന് അടുത്ത വീഡിയോ ഇട്ടല്ലോ, എന്ത് നിനക്ക് അതീ കയറി കൊണ്ടാടാ? സീരിയസ് ആയിട്ട് ഞാൻ ചോദിക്കട്ടെ, നിനക്ക് അതീ കയറി കൊണ്ടോ? നല്ല ഹരം ഉണ്ടല്ലേ? ഷാജഹാനെ, ഞാൻ നിന്റെ അടുത്ത് വീണ്ടും ഒരു കേസ് പറയാം. നീ കളിക്കണത് തീക്കളിയാണ്. നീ മലപ്പുറത്ത് നിന്റെ മറ്റേ പൂറ്റിക്കാടി നിന്ന് കളിക്കണക്കല്ല നീ എന്റെ അടുത്ത് കളിക്കണം. നീ ആദ്യം ആ കാര്യം മനസ്സിലാക്കിയോ? നീ ആദ്യം ആ കാര്യം മനസ്സിലാക്കിയോ? നീ നിന്റെ പൂറ്റിക്കാടി നിന്ന് കളിക്കണക്കല്ല നീ എന്റെ അടുത്ത് കളിക്കണത്. എടാ കോള് എന്താടാ? ആന ലവ് യു ബ്രദർ. എടാ വിളിക്കണോ? വേണ്ട വേണ്ട വേണ്ട, കണ്ടിയൊന്നും വിളിക്കല്ലേ. എടാ വിളിച്ചാൽ ഈ പുണ്ടച്ചിമോ എടുക്കാനൊന്നും പോണില്ല. അവന് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിളിക്കാം. അവന്റെ കയ്യിൽ എന്റെ നമ്പർ ഉണ്ട്. അവന് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിളിക്കാം. അവൻ എന്തുകൊണ്ട് വിളിക്കാത്ത? എന്തുകൊണ്ട്? അവന് വിളിക്കാനുള്ള ധൈര്യം ഒന്നും ഇല്ല. അണ്ടിക്കുറപ്പിലുണ്ടാ പുണ്ടച്ചിമോന്. അവൻ ഇന്നും ഒരു ഡയലോഗ് ഓടിച്ചല്ലേ, നമ്മൾ ഇതിനു മുമ്പേ ഞാനും പാണ്ടിയും വേറൊരുത്തരും കൂടെ എന്റെ വീട്ടിൽ നടയിൽ വന്ന് നിന്നപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി ചെന്നില്ലെന്ന്. ഞാൻ ജിമ്മിൽ പോരുന്നതിന് അവൻ കളിയാക്കില്ല. എടാ പുണ്ടച്ചി മോനെ, എടാ ഷാജഹാനെ, ഞാൻ സീരിയസ് ആയിട്ട് നിന്റെ അടുത്തൊരു കാര്യം, ഞാൻ ചീത്ത വിളിക്കാൻ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാം. ഞാൻ ഇറങ്ങി വരാത്തത് അല്ല പുണ്ണേ ഓളി. നിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞില്ലേ, ആണുങ്ങൾ ഉള്ള സമയത്ത് വീട്ടിൽ വന്ന് കളിക്കണം, മനസ്സിലായി? എങ്കിൽ ശരി, എങ്കിൽ നീ എന്നാ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം അന്ന് നമ്മളെ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു പയ്യൻ നിന്നെ വിളിച്ചിട്ട് നിന്റെ അടുത്ത് പറഞ്ഞു ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് വരാൻ പറഞ്ഞു. നീ എവിടെ പോയിരുന്നു? പൂത്തിലങ്ങാടിയിൽ കുളിക്കാൻ പോയിരുന്നാ? നീ കുളിക്കാൻ പോയിരുന്ന? പൂത്തിലങ്ങാടിയിൽ കുളിക്കാൻ പോയിരുന്നാ? നീ എടപ്പള്ളി ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത്. എന്നിട്ട് ആ പുണ്ടച്ചിമോ എന്ത് വരാത്തെന്ത്? കോള് മുത്തേ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. എനിക്ക് ഇവനെ വിളിക്കണേൽ ഒരു കാര്യമില്ല. ഞാനായിട്ട് ഈ തായോളി അങ്ങോട്ട് വിളിക്കൂല. അവനായിട്ട് ഇങ്ങോട്ട് എപ്പം വേണമെങ്കിലും വിളിച്ചോട്ട്, അവനായിട്ട് ഏത് സമയം വേണമെങ്കിലും വിളിച്ചോട്ട്. ഷാജഹാനെ, യു ആർ ഓൾവേസ് വെൽക്കം, മനസ്സിലായ? അവരായിട്ട് എന്നെ എപ്പം വേണമെങ്കിലും വിളിച്ചോട്ട്. എനിക്ക് അല്ലാതെ ഇവനെ വിളിക്കാൻ വേണ്ടിട്ടേ എനിക്ക് ഒരിതുമില്ല. കാരണം ഞാൻ എന്തിണ്ടാ ഈ പുണ്ടച്ചിമോൻ അങ്ങോട്ട് വിളിക്കണം? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഞാൻ കുറെ എണ്ണത്തിന് ഇങ്ങനെ ഉടക്കുണ്ടാകുമ്പോഴത്തേക്ക് VC-യിലും വിളിച്ചിരുത്തി, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഫോണും വിളിച്ച് സംസാരിച്ചിട്ട് എന്ത് കാര്യമാണ്? ഇവരെയൊക്കെ വിളിച്ചിട്ട് എന്ത് കാര്യം? ഇവനൊന്നും അണ്ടിക്കുറപ്പില്ല. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് വിളിച്ചു പറയും, അള്ളാ എന്നെ വെറുതെ വിടറ, ഞാൻ കണ്ണാടി അടിച്ചു പൊട്ടിച്ച് ഊമ്പിത്തള്ളി അങ്ങ് പൊയ്ക്കോളാം, മനസ്സിലായ? എനിക്ക് വയ്യ ഈ തായോളി. എനിക്ക് ഈ തായോളിയുടെ മുമ്പിൽ എനിക്ക് ഇതാവാ, എനിക്ക് വയ്യ, മനസ്സിലായ? നോ കോൾ നോ കോൾ നോ കോൾ 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 കോൾ. പിന്നെ അല്ല പോൾ മുത്തേ, ഞാൻ ഇപ്പൊ പോൾ ഇട്ടിട്ട് എന്തിനാണ്? നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ഞാൻ ഇപ്പൊ പോൾ ഇട്ടിട്ട് എന്തിനാണ്? ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഏറ്റാക്ക്. ആ കമ്പനിയൊക്കെ ഉണ്ട്, പക്ഷെ ഷാജഹാനൊക്കെ തെറ്റ് ചെയ്ത് തരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏത് ഷാജഹാൻക്ക് ഒരു സ്ക്രിപ്റ്റ് വേണം. നമുക്ക് തൽക്കാലത്തേക്ക് ഒരു സ്ക്രിപ്റ്റ് വേണം. നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ? അത് മാത്രം എനിക്ക് അറിഞ്ഞത്. നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ? എന്താണോ ചെയ്യാം? നമ്മൾ ഹെഡ്ലൈറ്റ് അടിച്ചു പൊട്ടിക്കാം. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഷാജഹാനൊക്കെ പറയണ കണക്ക് ചെയ്യാം. നമ്മൾ കുനിനിക്കാം, എന്താണെങ്കിലും ചെയ്യാം. നിക്ക്. എടാ മുത്തേ, ഇതൊന്ന് കാണാ. വേണ്ട, വെയിറ്റ്. ഷൂട്ടിന് ഭയങ്കര നമ്മൾ രക്ഷപ്പെട്ടിട്ടാണ് പോയത്, മനസ്സിലായ? ഓ ഷാജഹാന്റെ ബോഡി നോക്കടാ, ഷാജഹാന്റെ ബോഡി നോക്കടാ. ആടാ, സ്വന്തം മക്കളൊക്കെ തെറി വിളിക്കാൻ തുടങ്ങിയടാ. കാലം പോയൊരു പോക്കേ. ഞാനും എന്റെ പിള്ളേയും കൂടെ പോത്തിനെ കുളിപ്പിക്കണം. ഞാനും എന്റെ പിള്ളേയും കൂടെ എനിക്ക്
ഞാനും എന്റെ ഒരു പുള്ളയും കൂടെ പോത്തിനെ കുളിപ്പിക്കണം. അതാണ് നിങ്ങൾ താഴെ കാണുന്നത്. അച്ഛൻ്റെ അടുത്ത് മര്യാദ ഇല്ലടാ തള്ളയെ ഓളി. മര്യാദ പുണ്ടച്ചി മോനെ. പോത്തിനെ കുളിപ്പിക്കപ്പെടുന്നെങ്കിൽ അവൻ ക്യാമറയിൽ പോസ് ചെയ്യണടാ പൂറി മോനെ. മര്യാദ തായളി. എന്തൊക്കെയാ സംശയം? കിളവര് 70ാമത്തെ വയസ്സിൽ എന്തൊക്കെയാ സംശയം? വീട്ടിലാരെങ്കിലും കയറിയാന്ന് ആദ്യം പോയി നോക്ക്. എന്നിട്ട് അന്റെ മോനെ അന്വേഷിക്കാൻ നോക്ക്. ആദ്യം വീട്ടിൽ പോയിട്ട് വീട്ടിലാരെങ്കിലും കയറിയാ നോക്ക്. പുണ്ടച്ചി മോനെ ജിമ്മി വന്നിരിക്കണ് 70ാമത്തെ വയസ്സില് പൂറി മോനെ. ഓ പൊക്കി അവിടെ അവൻ ചാർന്ന് കൊട്ടായി കുഞ്ഞിരുന്ന് അവിടെ അവൻ അവിടെ മറ്റേ പൂർണ്ണായി. അവന് നാണം വന്നു മയിര്. അവന്റെ അണ്ടിന്ന് 2 തുള്ളിയാക്ക് വീണ് പുണ്ടച്ചി പോയി. നിന്നെ നിനക്ക് പടക്കങ്ങൾ വീക്ക്നെസ് ആയിരിക്കും. കാരണം നമ്മള് വല്ലപ്പോഴും നമുക്കൊന്നും വെടിവെക്കേണ്ട ആവശ്യമില്ല ഷാജഹാനെ. നമുക്കൊന്നും വെടിവെക്കേണ്ട ആവശ്യമില്ല. ഒരിത്ത എനിക്കൊന്ന് മെസ്സേജ് അയച്ചിരുന്നു ഷാജഹാനെ. ഒരു ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം. ഒരിത്ത എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അത് വേണ്ടല്ല. ഓക്കെ. കൂടുതൽ വിവരം വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് സഹിതം തന്നിരിക്കും. എങ്ങനെ? പോത്തിന്റെ കൊതത്തി കയറ്റി തന്നിരിക്കണ പുണ്ടച്ചി മോനെ. വെയിറ്റ് ആക്ക് നീ. മനസ്സിലായി? നീ കുറച്ച് വെയിറ്റ് ആക്ക്. തന്നിരിക്കും. നിനക്ക് കൂടുതൽ തെളിവ് വേണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് കറോ ദേയേഗാ. പോത്തിന്റെ മുട്ടിക്കയറ്റി വിടാ അങ്ങോട്ട്. ഇതെങ്ങനെ നീ നിന്നെ തന്നെ വിളിക്കണ പോത്തെന്നാണ്. പിന്നെ എന്റെ കുണ്ണേന്ന് എങ്ങനെയാടാ പൂരി മോനെ നീ ഇറങ്ങി വരണത്? നീ നിന്നെ തന്നെ വിളിക്കണ പോത്ത് ഷാജഹാനെന്നാണ്. പിന്നെ നീ എങ്ങനെയാടാ മൈര എന്റെ കുണ്ണേന്ന് ഇറങ്ങി വരണ പുണ്ടച്ചി മോനെ? പറ, നീ എങ്ങനെ എന്റെ കുണ്ണേന്ന് എങ്ങനെ ഇറങ്ങി വരണത്? നീ ഇത്രയൊന്നും അല്ലല്ലോ. കറക്റ്റ് ഫേസ് കട്ടൊക്കെ ഉണ്ടല്ലോ. എങ്ങനെ പോത്ത് വണ്ണി ഉണ്ടായതാ? പോത്ത് വണ്ണി ഉണ്ടായടാ പൂറി? പറയടാ മൈരേ. കേട്ടതെല്ലാം ശരി, കേക്കപ്പോറത് ഇതുക്കും മേലെ ശരി. വെയിറ്റ് കറോ. ഓ ഷാജായിക്കൊരു ബോഡി നോക്കടാ. ഏതാ ബോഡി? അവന്റെ ബോഡി ഒന്ന് നോക്കടാ. ഏതാ മസില്? മോല കിടന്ന് തൂങ്ങണ്. ഏതാ ഷാജായിക്ക ഇങ്ങളെ ബോഡി കണ്ടിട്ട് സത്യം പറയാല കൊതിയാണ്. എന്താ കമന്റ്? അവരാരും നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ എന്തിനടാ സ്വന്തമായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് സ്വന്തമായിട്ട്? അപ്പോ നീ പടക്കമാണെന്നാണോ നീ അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കട്ടെ ഷാജഹാനെ, എന്തിനടാ സ്വന്തമായിട്ട് നീ ഒരു സാമാനം ഇട്ടിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് അണ്ണാക്കി വാങ്ങിക്കണത്? ജസ്റ്റ് വെയിറ്റ് ബ്രദേഴ്സ്, ജസ്റ്റ് വെയിറ്റ്. ബാക്കി കൂടെ കട. നീ അൻഷിപ്പ് മോനിക്കലും മോനെ. എന്റെ പുന്നാര പുണ്ടച്ചി മോനെ. എന്റെ വീട് ബാക്കിൽ കാണുന്നതാണ് എന്റെ വീട്. മനസ്സിലായ? ക്യാമറ കാണുന്ന കണക്കല്ല. അവിടെ നിന്ന് ഒരു 50 മീറ്ററേ ഉള്ളൂ, 50-60 മീറ്ററേ ഉള്ളൂ. നീ എന്താടാ പോനെ അങ്ങോട്ട് വരാത്ത എന്താ? നീ അവിടെ വന്നിട്ട് എവിടെ പോയി? അല്ലെങ്കിൽ നീ ആണാണെന്നുണ്ടെങ്കിൽ നീ ഒറ്റ തന്തയ്ക്ക് ഉണ്ടായത് നീ എന്നെ പണ്ണാനാണ് അവിടെ വന്നിരുന്നതെന്നുണ്ടെങ്കിൽ. എങ്ങനെ? നീ എന്നെ പണ്ണാനാണ് അവിടെ വന്നിരുന്നതെന്നുണ്ടെങ്കിൽ നീ എന്തിനാ മോനെ പകുതിന്ന് പോയത്? നീ അവിടെ നിന്ന് പണ്ണിയിട്ടല്ലേ പോളൂ. ഞാൻ നിന്റെ അടുത്ത് പണ്ണാൻ വന്നോണ്ടല്ലോ. നിന്റെ വീട്ടിൽ കയറി ഞാൻ പണ്ണാൻ വന്നിരുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് നിന്നെ പണ്ണിയിട്ടേ പോളൂ. മനസ്സിലായടാ പുണ്ടച്ചി മോനെ? അല്ലാതെ ആളില്ല, ബെല്ലടിച്ച് ചേട്ടാ ഒരു ഡെലിവറി ഉണ്ട്, ആളുണ്ടോ? അല്ല ആളില്ല, അപ്പൊ OTP വേണം, പോയിട്ട് പിന്നെ വരാം. വാടാ പുണ്ടച്ചി മോനെ. നിനക്ക് ജിം ഏതൊന്നും തെളിവാണോ? ഞാൻ അണ്ടിക്ക് 2 ഡമ്പല് തൂക്കാൻ പോയത്. എനിക്ക് എവിടെയൊക്കെ ജിമ്മൊന്നും നിനക്കറിയണോ? ഞാൻ എന്റെ അണ്ടിയില് 10ന്റെ 2 ഡമ്പൽ എടുത്തിട്ട് കയറി കെട്ടി തൂക്കിയിട്ട് എന്നിട്ട് വേണ്ട പൊക്കിയും താത്തും കളിച്ച് അണ്ടിക്ക് വെയിറ്റ് വരാൻ വേണ്ടിട്ട്. എന്തേ മോനെ? ഓ അൽഫാമും മയോണൈസും നിന്റെ അച്ഛനാണല്ലോ ഉണ്ടാക്കണേ എനിക്ക് തിന്നാൻ വേണ്ടിട്ട്. നമ്മൾ പണ്ട് കോഴിക്കോട് അണ്ടി കച്ചവടം നടത്തിക്കോ. പിന്നെ കുറയ്ക്കാലോ. റാംബോമാന്റെ തടി കുറയ്ക്കണമെന്ന് മക്കൾക്ക് അത്ര കഷ്ടപ്പാടുണ്ടെന്നുണ്ടെങ്കിൽ വിളിയടാ ഫോണിൽ വിളിയടാ. ഓടാ എന്റെ ഫോൺ എവിടെ? കുണ്ടച്ചു മക്കൾ ഇപ്പൊ അവിടെ ഇരുന്ന് വിളിച്ചിരിക്കും കേട്ടോ. ചിലപ്പോ എന്റെ ഒരു അൺനോൺ കോൾ ഓഫ് ആയതുകൊണ്ട് ചിലപ്പോ ഇപ്പൊ പറയും ഞാൻ റാംബോ വിളിച്ചിട്ട് എടുത്തില്ലെന്നും പറഞ്ഞ് നാളെ ഇതിന്റെ വീഡിയോ ചെയ്തിടും. ഇല്ലേ മുത്ത? ഇല്ലേ? അവസാനമായിട്ട് വിളിച്ചേക്കണ എന്റെ അമ്മയാണ്. മനസ്സിലായി? അവസാനമായിട്ട് വിളിച്ചേക്കണ എന്റെ അമ്മയാണ്. അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് ഒരു കോളും ഇല്ല. അവസാനമായിട്ട് വിളിച്ചേക്കണ എന്റെ അമ്മയാണ്. ഓക്കെ? 1 ലക്ഷം രൂപ ഷാജഹാൻ തരുമെന്നാണ് പറഞ്ഞേക്കണത്.
പെണ്ണ് പിടിച്ചിട്ട് ലൈറ്റ് പൊട്ടിച്ചിട്ട് വർഗീയത കലാപം നാട്ടി ഉണ്ടാക്കിയിട്ട് നിനക്ക് കൊടുക്കാൻ നീ അതിനൊക്കെ പൈസക്ക് ചെയ്തത്. ഒരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ ഒരു 10 ഗീവ് അവേ, ഒരു 10 ഗീവ് അവേ നീ ചെയ്യ്. മനസ്സിലായി? ഗീവ് അവേ ഗീവ് അവേ ചെയ്യ്. നിന്നെ കൊണ്ട് അതേ പറ്റുള്ള ഷാജഹാൻ, നിന്നെ കൊണ്ട് കൂടുതലൊന്നും പറ്റൂല. കാരണം എന്താണെന്നറിയാമോ, നീ ഒരു ഗ്യാങ് തുടങ്ങിയിട്ട് ആ ഗ്യാങ് വരെ ഊമ്പിപ്പോയി. മനസ്സിലായ? നിന്നെ കൊണ്ട് അതുപോലും ചെയ്യാൻ പറ്റൂല. നീ ആ ഒരു കാര്യം മനസ്സിലാക്കുക. നിനക്ക് വേറെ ഒരു കഴിവുമില്ല. നീ ആകെ ചെയ്യാൻ പറ്റുന്ന നിനക്ക് ഒരേ ഒരു പണിയുള്ളൂ, പോത്തിനെ കുളിപ്പിക്കുക. പോത്തിന് പേരെടുക്കാൻ പറ്റുമോ? ആ വാട്ടവർ, നീ കുറച്ച് അത് ചെയ്. പിന്നെ നീ വേണമെന്നുണ്ടെങ്കിൽ ചാണകം വൃത്തിയാക്ക്, കുറച്ച് ചാണകം നീ തിന്ന്, കുറച്ച് വീട്ടിൽ പാഴ്സലാക്കി കൊണ്ടുപോ, കഞ്ഞി ഉണ്ടാക്കി കുടി. നീ അങ്ങനെയുള്ള എന്തെങ്കിലും പണി ചെയ്. മനസ്സിലായ? അല്ലാതെ നീ എന്റെ കുണ്ണയ്ക്ക് പിടിക്കാൻ വരല്ലേ ഷാജഹാനെ. ഞാൻ വീണ്ടും പറയണം, നിനക്ക് അത്രയ്ക്ക് വിളിക്കാൻ, നിനക്ക് അത്രയ്ക്ക് എന്റെ കുണ്ണയ്ക്ക് പിടിക്കാൻ, നിനക്ക് അത്രയ്ക്ക് ആഗ്രഹം മുട്ടി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം. സമയവും സന്ദർഭവും നോക്കിയിട്ട് ഞാൻ നിന്നെ എന്റെ കുണ്ണയ്ക്ക് പിടിക്കാൻ വേണ്ടി വിളിക്കാം. മനസ്സിലായോ? ഒട്ടും ഇതില്ല. 5404 ലൈക്കടാ ഇത്രയും നേരമായിട്ട്. ഓനെ റീച്ച് വേണോ? റീച്ചിനാണ് എന്റെ പൊന്നുമോ ഇങ്ങനെ കിടന്ന് കരയണം. റീച്ചിനാണ് ഞാൻ ഉണ്ടാക്കി തട്ടാ. ഞാൻ ഒരു ലൈവ് നിനക്ക് ചാരിറ്റി സ്ട്രീം ചെയ്യട്ടാ. നിന്റെ അക്കൗണ്ട് മാത്രം ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തടാ. ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ കൊണ്ട് പറ്റുന്ന ആൾക്കാർക്കൊക്കെ സപ്പോർട്ട് ചെയ്ത്. നിനക്ക് അങ്ങനെ എന്തെങ്കിലും വേണോ? കൊടുക്കണോ? വേണമെങ്കിൽ അങ്ങനെ അല്ല, വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ തരാം. അല്ല, ഇന്നത്തെ കാര്യം നാട്ടിൽ പാട്ടാന്നേ. അത് ഇനി ഉണ്ടാക്കണ്ട. നീ ഉണ്ടാക്കണ്ട മോനെ. ഇവിടെ വന്നിട്ട് സ്കിപ്പ് എന്നൊന്നും പറയാൻ നീ ഒന്നും നിൽക്കണ്ട. മനസ്സിലായ? നിന്റെ ഒന്നും വീട്ടിലിരിക്കുന്ന ആർക്കും അല്ലെങ്കിൽ നിന്നെ ഒന്നും അല്ല അപരാധിച്ചത്, എന്നെയാണ് അപരാധിച്ചത്. ഞാൻ എന്റെ ലൈവിലാണ് അപരാധിക്കുന്നത്. മനസ്സിലായല്ല? ഇവിടെ വന്നിട്ട് സ്കിപ്പ് ടോപ്പിക് എന്ന് പറയണവന്മാരൊക്കെ ഷാജഹാൻ പണ്ടൊരു ലൈവ് തുടങ്ങിയിട്ടുണ്ട്. PSG ഗ്യാങ്, PSG അതോ ലോകോ, PSG പൂറ്റിലടി, അതിലോട്ട് വെക്കോ. പഴയ വീഡിയോസ് ഇപ്പോഴും കാണും. ഷാജഹാന്റെ പേരെടുപ്പ്, ഷാജഹാന്റെ പുണ്ണക്കെട്ട്, ഷാജഹാന്റെ നെല്ലിമൂട്, അതൊക്കെ പോയി കണ്ടോ. മനസ്സിലായ? ഇവിടെ എന്റെ ലൈവില് എന്റെ ഓഡിയൻസ്, മനസ്സിലായല്ലോ? ഞാൻ ഇന്ന് കുറച്ച് താമസിച്ചു പോയി, എങ്കിലും എന്റെ ലൈവില് എന്റെ ഓഡിയൻസ് മാത്രം ഇവിടെ മതിയെന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. മനസ്സിലായ? എനിക്കിന്ന് ലൈവിടെ ഒരു മൂടുമില്ല. ഇവന്മാരെല്ലാരും നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇന്ന് ലൈവ് ഇട്ടത്. മനസ്സിലായ? എനിക്കിന്ന് ഒരു മൂടുമില്ലായിരുന്നു. എനിക്കിന്ന് ലൈവിടെ സത്യമായിട്ട് ഒരു മൂടുമില്ലായിരുന്നു. ഞാൻ ഓൾറെഡി ട്രാവലിംഗിലായിരുന്നു. റാംബോണ് നമുക്ക് 10 മെമ്പർ, ഇപ്പൊ 45 മെമ്പർ. $2.7. താങ്ക് യു ബ്രോ, താങ്ക് യു. എടാ മുത്തേ, കോള് നീ പറയല്. ഇപ്പൊ ഒരിക്കൽ കൂടെ അപരാധിക്കട്ടെ. ഒരിക്കൽ കൂടെ അപരാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവനെ കോള് വിളിക്കാം. അല്ലാതെ ഞാൻ എന്തിനടാ ഷാജഹാനെ ഞാൻ